എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് അവരിലെന്ന കണ്ണിൽ തെളിഞ്ഞു കാണാം. ലൈറ്റ് ഷോപ്പ് നിൽപ്പുള്ള ലോകം യഥാർത്ഥത്തിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു ലിംബോ ലോകമാണെന്നും അവിടെ കറങ്ങിത്തിരിയുന്ന പലരും യോങ്ജിയുള്ള യൂജിൻ ആശുപത്രിയിലെ ICUയിൽ ജീവനുവേണ്ടി മല്ലിടുന്ന അത്യാസന്ന നിലയിലുള്ള പേഷ്യൻസ് ആണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ബിഗ് റിവ്യൂവിൽ നിന്നും കണ്ടെത്തി. എന്നാൽ ചോദ്യങ്ങളും സംശയങ്ങളും ഇനിയുമേറെ. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നറിയണ്ടേ? അതറിയാൻ നമുക്ക് ദ റിയൽ വേൾഡിലേക്ക് പോകേണ്ടതുണ്ട്. തുരങ്കങ്ങളിലൂടെ മെട്രോ സ്പീഡ് ട്രെയിനുകൾ പോകുന്ന യഥാർത്ഥ ലോകത്തേക്ക്. യോങ്ജിയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ റീയൂണിയൻ എന്ന ഈ എപ്പിസോഡിലേക്ക് കടക്കുന്നത്. യോങ്ജി പരിചയപ്പെടുത്തുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. മരണത്തിൻ്റെ വക്കിൽ വരെ ചെന്ന് തിരികെ എത്തിയവരുടെ അനുഭവത്തെക്കുറിച്ച്. ഒരു റിസർച്ചിൽ കണ്ടെത്താനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കാർഡിയാക് അറസ്റ്റ് മൂലം അബോധാവസ്ഥയിലായ ശേഷം ഉണർന്നവരിൽ ഏകദേശം 4 മുതൽ 18% വരെ ആൾക്കാർ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതനുഭവിച്ചിട്ടുള്ള പല ആൾക്കാരുമാകട്ടെ സാമ്യതയുള്ള സാക്ഷ്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളതും. അവർ അനുഭവിച്ചതായി പറയുന്നത് ഒരു പ്രകാശമേറിയ വെളിച്ചത്തെക്കുറിച്ച്. ഉണരും മുമ്പ് അവർ ഒരു ഇരുണ്ട ടണൽ കണ്ടു. അവർ പ്രസ്താവിക്കുന്നത് ആ ബോധമില്ലായിരുന്ന സമയം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടിയെന്നാണ്. ആ മെട്രോ ട്രെയിനിൽ നമുക്കറിയാവുന്ന ഒരാളിരിപ്പുണ്ട്, കിം ഹ്യൂമിൻ. കിമ്മും അവൻ്റെ അന്തകനുമായ ലിജിയുമായുള്ള മീറ്റിങ്ങിൽ വെച്ച് നമ്മൾ കണ്ട അതേ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ആ സാഹചര്യത്തിൽ എത്തിപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ചില മുഹൂർത്തങ്ങളിലേക്ക് പോവുകയാണ്. കിം ഫോണിൽ തൻ്റെ കാമുകിയുമൊത്ത് ചാറ്റ് ചെയ്തുകൊണ്ടാണ് ട്രെയിനിലിരിക്കുന്നത്. എന്തേലും കഴിച്ചോന്ന് തിരക്കുന്ന കാമുകിക്ക് കൂട്ടുകാരുമൊത്ത് കഴിച്ചു, എന്നാൽ അതിലൊരു സുഖമുണ്ടായില്ല. ഞാൻ ഉടനെ തന്നെ അവിടെ എത്തുമെന്നുള്ള റീപ്ലൈ കൊടുക്കുമ്പോൾ ഇന്ന് വളരെ വൈകിയത് കൊണ്ട് ഇനി നാളെ കാണാമെന്നുള്ളൊരു സുഖകരമല്ലാത്ത മറുപടി കണ്ടയുടൻ തൻ്റെ അമ്മയെ കാണാൻ കണ്ടിരുന്നത് സംശയഭാവത്തോടെ കിങ്. എന്നാൽ അതിന് ഇല്ല എന്ന ദുഃഖമാർന്ന മുഖത്തോടെ പ്രതികരിക്കുന്നത് മറ്റാരുമല്ല, അത് ലിജിയാണ്. അതെ, കിമ്മിൻ്റെ പ്രണയിനി ലിജിയാണ്. കണ്ണു നിറഞ്ഞുകൊണ്ടും ഏങ്ങിക്കൊണ്ടും കിമ്മിന് സന്ദേശങ്ങൾ അയക്കുന്നതിന് കാരണം അവൻ്റെ അമ്മ തന്നെയാണ്. അവർ വീട്ടിലെത്തി ലിജിയോട് ഇനി മേലാൽ കിമ്മിനോടൊപ്പം നടക്കരുതെന്നും നീ അവൾക്ക് യോജിച്ചതല്ലെന്നും അറിയിക്കുന്നു. എങ്ങനെ? ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട്. അപ്പോൾ ലിജിക്ക് ചെവി കേൾക്കില്ലെന്നർത്ഥം. ബദിരായ അവൾക്ക് മുന്നിലിരുന്ന് എഴുതി അറിയിക്കുന്നത് മറ്റാരുമല്ല, മുൻപൊരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ വന്നിട്ട് ഇനിയെല്ലാം രോഗികളുടെ മനഃശക്തിക്ക് അനുസരിച്ചിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിലത്ത് വീണ സ്ത്രീയെ ഓർക്കുന്നുണ്ടോ? അവരാണത്. അപ്പോൾ അവരാണ് കിമ്മിൻ്റെ അമ്മ. ലിജി ഇത് കണ്ട് തനിക്കേറെ വേദനയുണ്ടാക്കുന്ന ഒരു തീരുമാനമെടുത്ത് കിമ്മിനെ അറിയിക്കാനുള്ള വഴിയാണ് ബ്രേക്കപ്പ്. കാരണം അവൾക്ക് വേറെ വഴിയില്ല. എന്നാൽ കിം ആവട്ടെ ട്രെയിനിലിരുന്ന് ലിജിയുടെ അടുത്തേക്ക് വരുന്നത് അവൾക്ക് ചില സർപ്രൈസുകളുമായിട്ടാണ്. അവളുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവൾക്കായി ഒരു ബൊക്കയും കൂടെ പ്രപ്പോസ് ചെയ്യാനായി ഒരു മോതിരവും. നമ്മൾ മറ്റൊരു കൂട്ടരുടെ അടുത്തേക്ക് പോകുന്നു. താമസത്തിനായി പുതിയ വാസസ്ഥലം നോക്കി ഒരു അപ്പാർട്ട്മെൻറ്റിൽ ബ്രോക്കറുമായി എത്തിയിട്ടുള്ള സുമ. ലൈറ്റ് ഷോപ്പ് ലോകത്തിലും നമ്മളെ ഒരു ആദ്യമായി കണ്ടത് ഈ സിറ്റുവേഷനിലായിരുന്നില്ലേ? എന്നാൽ സുമയോടൊപ്പം മറ്റൊരു സ്ത്രീ കൂടിയുണ്ട്. അതാരെന്ന് കണ്ടാൽ അതിശയിക്കും. കുഞ്ചുനെ പീഡിപ്പിച്ച ആ റെഡ് ഹീൽസ് ലേഡി, പാർക്ക് ഹൈവോൺ. അവരുടെ പേരതാണ്. സിമ്പിളായി പറഞ്ഞാൽ ഹേമ. സുമയും ഹേമയും സ്വവർഗ പ്രണയിനികളാണ്. എന്നാൽ പ്രായത്തിൻ്റെ നല്ല ഗ്യാപ്പ് ഇരുവരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമേറിയ ഹേമയ്ക്ക് മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് പറയുമെന്നൊരു ആകുലതയുണ്ട്. എന്നാൽ സുമ ഡോണ്ട് ഗിവ് എ ഷൈറ്റ്. ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോഴും സ്ഥിതി അതുതന്നെ. ഹേമ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു, ബ്രോക്കർ എന്ത് വിചാരിക്കുമെന്നുള്ള രീതിയിൽ. ഇനി കുഞ്ചുകുട്ടി. അവൾ ഗേൾസ് ഹൈസ്കൂളിലെ നൈറ്റ് ക്ലാസ്സും കഴിഞ്ഞ ആ പെരുമഴയത്ത് പുറത്ത് കുടയുമായി വിളിക്കാൻ കാത്തു നിൽക്കുന്ന അമ്മയുടെ അടുത്തെത്തി അവളുടെ കുട്ടിക്കാര്യങ്ങളും ചർച്ചയാക്കി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്നു. അവരിരുവരും പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനുള്ള പരിപാടിയാണ്. കാരണം അമ്മയ്ക്ക് എപ്പോഴും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് മകളെ വിളിച്ചുകൊണ്ട് പോകാനാവില്ല. ഒന്നാമത് പ്രായത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറാമെന്നുള്ള പുറത്തുള്ള അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനത്തിൽ പരിഭവം അറിയിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ചു. അപ്പോൾ നമ്മൾ 3 പേരുടെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ 3 കൂട്ടരിലുമുള്ള ഒരു സിമിലാരിറ്റി എന്തെന്നാൽ മൂവരും ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. കിം ലിജിയുമായി പ്രപ്പോസ് ചെയ്ത് പ്രണയ സാഫല്യത്തോടെടുക്കുമ്പോൾ സുമയും കുഞ്ചുവും ഒരു പുതു താമസത്തിനായുള്ള തയ്യാറെടുപ്പിൽ. കൂട്ടുകാരുമൊത്ത് വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷമുള്ള ബാസ്കറ്റ് ബോൾ കളിയൊക്കെ കഴിഞ്ഞ് വരുന്ന ജീവൻ്റെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നല്ല ജോളി മോഡിലുള്ള പയ്യൻ. കയ്യിൽ താൻ കളിക്കാൻ കൊണ്ടുപോയ സ്വന്തം ബോൾ ബാഗുമുണ്ട്. ഗോളടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ജീവൻ തന്നെ പുതിയ ഷൂസിലെങ്ങാനും ചവിട്ടിയ വിവരം അറിയുമെന്ന് പറഞ്ഞാണ് വീട്ടിലേക്കുള്ള വഴിയെ പോകുന്നത്. ഇതേ സമയം ഒരു ബസ് സ്റ്റേഷനിൽ ബസ്സിന് ചുറ്റുമെന്ന് നോക്കി ഒരാൾ ഫോണിൽ സംസാരിക്കുകയാണ്. അത് അയാളാണ്. യോങ്ജിയെ ലിഫ്റ്റിനുള്ളിൽ വെച്ച് മുക്കുന്നതായുള്ള തോന്നലിൽ കണ്ട ആ നിരാശനായ ആൾ. ഓഹ് സിയങ് വോൺ, അതാണ് അയാളുടെ പേര്. അപ്പോൾ സിംഗ് ബസ് ഡ്രൈവർ തന്നെയാണെന്ന് ഉറപ്പിക്കാം. ബസ്സിൻ്റെ പിൻഭാഗത്തുള്ള ടയറിൽ നിന്നും എന്തോ ശബ്ദം വരുന്നുണ്ടെന്നും ബ്രേക്കിൻ്റെയോ ലൈനിങ്ങിൻ്റെയോ പ്രശ്നമാണ്. അത്ര വലുതായി തോന്നുന്നില്ല എന്നിരുന്നാലും ലാസ്റ്റ് ബസ് നോക്കി കാത്തു നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് വേറെ ഒരു വണ്ടി കിട്ടുമെന്ന് ചോദിക്കുന്നെങ്കിലും തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മറുപടി ലഭിക്കുന്നത് വഴി തൻ്റെ ചിലവിൽ പോകുന്ന വഴി എന്തായാലും ഒരു ഗരാഷിലേക്ക് കയറാമെന്നുള്ള ധാരണയിൽ അദ്ദേഹം ബസ് ഓണാക്കി ആളുകളെ കയറ്റുന്നു. ഒരു ശമനവുമില്ലാത്ത മഴയാണ്.
ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടിരുത്തി വീട്ടിലെത്തിയാൽ തന്നെ വിളിക്കണേന്ന് പറഞ്ഞ് ഡ്രൈവറോടൊന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞ് ഒരു മുത്തശ്ശി ഇറങ്ങുമ്പോഴേക്കും ആ ബസ് യാത്ര ആരംഭിക്കുകയായി. ലാസ്റ്റ് ബസ് കിട്ടാനുള്ള ധൃതിയിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ് ബർത്ത്ഡേ ബൊക്കെയെപ്പറ്റി കിമ്മിന് ഓർമ്മ വരുന്നത്. തിരിച്ചോടി എടുത്താലോന്നൊന്ന് കരുതുന്നതിലും എന്തായാലും ട്രെയിൻ ഇപ്പോൾ വിട്ടിട്ടുണ്ടാകും, ബൊക്കെ മിസ്സായി, ഇനി ബസ് മിസ്സാക്കണ്ട എന്ന മൈൻഡിൽ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് നിൽക്കുന്നു. നാശം, എന്നാലും ഞാനത് എങ്ങനെ മറന്നുവെന്ന് സ്വയം ശപിച്ചുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന അയാൾ കാമുകിയോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് കയ്യിൽ കുടയുള്ളത് കൊണ്ട് തന്നെ താനും തൻ്റെ ആളായ ലിജിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് കൺവേർട്ട് ചെയ്ത് അയക്കുകയാണ്. വിളിച്ച് സംസാരിക്കാമെന്ന് വെച്ചാൽ ലിജിക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് കഷ്ടം. പാവം ലിജിയാണേൽ ഇപ്പോൾ നല്ല വിഷമത്തിലുമാണ്. ബസ് വരാൻ വൈകുന്നുവെന്നും മഴയായതുകൊണ്ട് പുറത്തു വന്ന് കാത്തു നിൽക്കണ്ട, ലവ് യു ഉമ്മ എന്നുള്ള മെസ്സേജ് കണ്ട് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്ന് ലിജി നിൽക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് ലിജി സ്വന്തമായി തയ്യൽ ജോലി ചെയ്തു വരുന്നവളും കൂടിയാണ്. വീട്ടിൽ അതിൻ്റെ സെറ്റപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ലിജിയോടുള്ള ഇഷ്ടം കൂടി വരുന്നു. ജീവിത പ്രശ്നങ്ങളെ പോരാടി ജയിച്ച് നീങ്ങുന്നവൾ. അങ്ങനെ ബസ് വന്ന് കിം അതിൽ കയറുകയാണ്. ബസ്സിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സിങ്ങിന് തോന്നുന്നുണ്ട് ഓരോ സ്റ്റോപ്പിലും. അങ്ങനെ ജീവനും ആ ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പാർട്ട്മെൻറ്റ് നോക്കി തിരികെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന സുമയും ഹേമയും തമ്മിൽ നല്ല ചൂടൻ സംഭാഷണങ്ങളാണ്. അപ്പാർട്ട്മെൻറ്റിലാകുമ്പോൾ അവിടെ കുറേ റെസിഡൻറ്റുകളുണ്ടാവുമെന്നും അവരോടെല്ലാം താനും സുമയുമായുള്ള ബന്ധത്തെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമെന്നുള്ള ചിന്ത ഹേമയ്ക്ക്. അതിലെന്താണ് ഇത്ര പ്രശ്നമെന്നും ഇങ്ങനെ ആലോചിച്ച് എത്ര കാലം ജീവിക്കുമെന്നും തന്നെ പിരിയാനുള്ള പരിപാടിയാണെന്നുമുള്ള ദേഷ്യം സുമയ്ക്കും. സുമ ഒരു നല്ല ചെറുപ്പമായ എഴുത്തുകാരിയാണ്. എന്നാൽ താൻ പ്രായം ചെന്ന ഒരു സാധാ സ്ത്രീയാണെന്നുള്ള ഒരപകർഷതാബോധം ഹേമയിലുണ്ട്. സുമയെ ജീവന് തുല്യം സ്നേഹിക്കുന്നെങ്കിൽ പോലും താൻ കാരണം ഇനി ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ എന്നും എല്ലാം എൻ്റെ തെറ്റായിരുന്നു എന്നുമുള്ള ഹേമയുടെ വാക്കുകൾ കേട്ട് സുമ എത്ര നാളിങ്ങനെ രഹസ്യമായി ജീവിക്കാനാണെന്നും ഇനി മേലാലിൻ്റെ പേര് വിളിക്കണ്ട, എനിക്കത് കേൾക്കണ്ട, എനിക്കിനി കാണുക പോലും വേണ്ട എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുന്നു. പിറകെ ഹേമയും. ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് ബസ് വരുമ്പോൾ ഹേമ വാങ്ങിക്കൊടുത്ത റെഡ് ഷൂസും മൂരിക്കളഞ്ഞ് ബസ്സിലേക്ക് കയറുമ്പോൾ പിറകെ ഹേമ ആ ഷൂസുകളും എടുത്ത് ബസ്സിലേക്ക് കയറി സുമയുടെ അടുത്തായിരിക്കുന്നു. ഇരുവരും ധരിച്ചിട്ടുള്ളത് ഒരേ റെഡ് ഹീൽസാണ്, ഹേമയുടെ സമ്മാനം. അങ്ങനെ കുഞ്ചുവും അമ്മയും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ട് സിംഗ് അത്യാവശ്യമായി ഗരാജിലേക്ക് പോകണമെന്ന് ആംഗ്യം കാട്ടി പാസ് ചെയ്യുന്നെങ്കിലും അവർ പിറകെ ഓടുന്നത് കണ്ട് പാവം തോന്നി നിർത്തി അവരെ കയറ്റുന്നു. അങ്ങനെ ആളുകൾ ഇറങ്ങി കുറഞ്ഞ ബസ്സിലിരിക്കുന്ന ജീവനെയും കൊച്ചുകുട്ടിയെയും കിമ്മിനെയും സുമയും ഹേമയും തമ്മിലുള്ള കൊച്ചു സൗന്ദര്യപ്പിണക്കമെല്ലാം വീക്ഷിച്ചുകൊണ്ട് കുഞ്ചു അങ്ങനെ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മഴ തോരും നേരം ഓർമ്മകൾ തിരികെ എത്തിയിടും എന്ന പാട്ടൊക്കെയായി. നല്ല മനോഹരമായൊരു പാലത്തിലേക്ക് കടന്ന് വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ വണ്ടിയുടെ മുൻചക്രം പൊട്ടുന്നു. ആ സ്പീഡിൽ സിങ്ങിന് കൺട്രോൾ കിട്ടുന്നില്ല. തൊട്ടുപിറകെ അതേ വേഗത്തിൽ വരുന്ന ട്രക്ക് ഡ്രൈവർ ഇത് കണ്ട് അലറിക്കൊണ്ട് തിരിക്കാൻ നോക്കുന്നെങ്കിലും നേരെ ചെന്ന ബസ്സിലേക്ക് ഇടിക്കുന്നവടെ അത് മറിഞ്ഞ് റോഡിലൂടെ നിരങ്ങുകയാണ്. ചിന്നിച്ചിതറുന്ന ബസ്സിനുള്ളിലിരുന്ന് തൻ്റെ പ്രണയിനിയുമായി സംവദിക്കുന്ന ഫോൺ കയ്യിൽ നിന്ന് പോകുന്ന കിം, ആഘാതത്തിൽ സുമയെ മുറുക്കെ പിടിക്കുന്ന ഹേമ, കുഞ്ചിനെ വിടാതെ പിടിച്ചിരിക്കുന്ന അമ്മ, എല്ലാവരുമായി ആ ബസ് നേരെ പാലത്തിൻ്റെ അതിരിടിച്ച് കളഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് പതിക്കുന്നു. കുത്തിനെ നിന്ന് നിമിഷ നേരം കൊണ്ട് മുങ്ങിത്താഴുകയാണ്. സെക്കൻഡുകൾക്ക് മുന്നേ തന്നെ കിമ്മിൻ്റെ വാക്കുകൾ അവഗണിച്ച് വിളിക്കാൻ പോവുകയാണ് ലിജി. ആ പാലത്തിലേക്ക് ബസ് വരുന്നോ നോക്കിയും ഫോണിലേക്ക് എത്താറായെന്നുള്ള മെസ്സേജ് വരുന്നോ നോക്കിയും അത് ആ ബസ് പാലത്തിന് മേലിടിച്ച് താഴേക്ക് പതിക്കുകയാണ് കൂറ്റൻ ശബ്ദത്തോടെ. അത് കേൾക്കാനാകാതെ ഫോണിൽ നോക്കി മുൻപ് അയച്ച മെസ്സേജിന് റീപ്ലൈ ആയി ഐ മിസ് യു ടു എന്നയച്ച് ഫോൺ താഴ്ത്തി ലിജി തലയുയർത്തുമ്പോൾ പെട്ടെന്ന് അത് ആ ബസ് വെള്ളത്തിലേക്ക്. കണ്ടുടൻ വെപ്രാളപ്പെട്ട് കിമ്മിനെ വിളിക്കുകയാണ്. ഫോൺ എടുക്കുന്നില്ല. ഉടൻ നേരെ എമർജൻസി നമ്പറിലേക്ക്. എന്താണ് എമർജൻസി? ലൈൻ കണക്റ്റായി ചോദിക്കുകയാണ്. ലിജിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവൾക്ക് സംസാരിക്കാനും പറ്റില്ല. അയ്യോ, പാവപ്പെട്ടവളെ ഗതികേട് കൊണ്ട് കോടയും കളഞ്ഞ് പരമാവധി വേഗത്തിലോടും അങ്ങോട്ട്. എന്ത് കഷ്ടം. വെള്ളത്തിൽ മുങ്ങിയ ബസ്സിൽ വലയുന്ന കുറേ പ്രാണൻ. ഐ മിസ് യു ടു എന്ന ലിജിയുടെ വാക്കുകൾ കേൾക്കാതെ ബോധം അറിയുന്ന കിം. ലൈറ്റുകൾ അണയുകയും കത്തുകയും ചെയ്യുന്ന പോലുള്ള പ്രകാശം. ജീവൻ്റെ അടുത്തേക്ക് ഒഴുകുന്ന കൊച്ചുകുട്ടിയെ അവൻ ശേഷിക്കുന്ന ആ ബോധത്തിൽ തൻ്റെ കയ്യിലുള്ള ആ ബോൾ ബാഗ് കുട്ടിയുടെ കഴുത്തിലേക്ക് ചുറ്റി തള്ളിവിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എല്ലാത്തിനുമുപരി നിസ്സഹായാവസ്ഥയും കുറ്റബോധവും പേരെയുള്ള സിംഗിൻ്റെ തുറന്ന കണ്ണുകൾ. പല ആംബുലൻസുകളിലായി എല്ലാവരെയും യൂജിൻ ഹോസ്പിറ്റലിലേക്ക് എത്തി എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ്. സഹിക്കാൻ കഴിയാത്ത കാഴ്ച. സ്ട്രെച്ചറിൽ കിടത്തി CPR നൽകിക്കൊണ്ട് ഓടുകയാണ് ഉള്ളിലേക്ക്. കിമ്മിൻ്റെ നട്ടലിന് പരിക്കുണ്ട്. ജീവൻ്റെ കാലിൽ നിന്ന് ചോര ഒലിക്കുന്നു. കൊച്ചുകുട്ടിയുടെ വയർ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ചുവിൻ്റെ മൂക്കിൽ നിന്നും ഒലിക്കുന്ന ചോര തുടച്ചു നീക്കുന്ന മറ്റു നഴ്സുമാർ. CPR നൽകി കുഞ്ചുവിൻ്റെ അമ്മയുടെ നിശ്ചല ശരീരം ഉണർത്താൻ നോക്കുമ്പോൾ ഡ്രൈവർ സിംഗിൻ്റെ കാര്യം ദൗർഭാഗ്യകരം. വയർ വീർത്ത് അനക്കമറ്റ സിംഗിനെ CPRും AEDയും ദ്രുതഗതിയിൽ മാറി മാറി നൽകുകയാണ്. വെപ്രാളത്തിൽ അവിടെ നിൽക്കുന്ന യോങ്ജിക്കടുത്തേക്ക് കലശലായ നെഞ്ചുവേദനയെന്ന് പറഞ്ഞെത്തുന്ന ട്രക്ക് ഡ്രൈവറോട് അങ്ങോട്ട് പോയിന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. എന്ത് നിസ്സഹായാവസ്ഥ. മുറുക്കെ പിടിച്ച ഹേമയുടെയും സുമയുടെയും ശരീരം ഒരേ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നു. താൻ കണ്ട കാര്യം ആരോടും പറയാൻ കഴിയാതെ, അതിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ
ആ മഴയെ തോടി ഓടി ലിജി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ആംബുലൻസിൻ്റെ സൈറണുകളും ആൾക്കാരുടെ ഒച്ചപ്പാടും പെരുമഴയുമൊക്കെയുള്ള പുറത്തുനിന്ന് ലിജി നേരെ ഉള്ളിലേക്ക് കയറുന്നു. പൂർണ്ണമായും ശാന്തത. കാരണം ഒന്നും കേൾക്കാനാകാത്ത ലിജി അവിടെ നിന്ന് ആ ഭീകരാന്തരീക്ഷം നോക്കിയങ്ങനെ നിപ്പാണ്. ഇതിൻ്റെ ക്രിയേറ്റേഴ്സിനെ നമിച്ച്. മിക്കവരുടെയും രക്ഷിതാക്കൾ ഓപ്പറേഷൻ റൂമിന് മുന്നിൽ ഉള്ളിൽ തീയുമായി ഇരിപ്പാണ്. കുറച്ചു നേരത്തിനുള്ളിൽ ഒരു ശരീരം പൂർണ്ണമായും മൂടിക്കൊണ്ട് പോകുന്നതിന് പിറകെ നേഴ്സെത്തി ചോദിക്കുന്നു, സിംഗിൻ്റെ കുടുംബം? അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എത്തിയിട്ടുള്ളത്. ഐ ആം റിയലി സോറി, പക്ഷേ അദ്ദേഹം ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ കൊണ്ടുപോയത് എൻ്റെ ഭർത്താവാണോ? അതെ. പ്രായമേറിയ സ്ത്രീ പതിയെ എണീച്ച് വിങ്ങിക്കൊണ്ട് പോവുകയാണ്. മിക്കവരും അവരെ നോക്കുന്നില്ല. പിറകെ ജീവനെ ഇറക്കി ഐസിയുലേക്ക് കൊണ്ടുപോവുകയാണ്. പിറകെ പൊട്ടിക്കരഞ്ഞുകൊണ്ടവൻ്റെ മാതാപിതാക്കളും. ജീവൻ്റെ ഒരു കാലിനൊടുവുള്ളതുകൊണ്ട് പൊക്കി വെച്ചിരിക്കുന്നു. ജീവന ഇടവഴിയിലൂടെ അന്നങ്ങനെ വലിഞ്ഞ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കുഞ്ചുവിൻ്റെ അച്ഛനെത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവളുടെ പിറകെ പോകുന്നു. പക്ഷേ കുഞ്ചുവിനെ എന്തുകൊണ്ട് മുന്നേ ഐസിയുലുള്ളതായി കാണിച്ചിട്ടില്ല? എന്തേലും കാരണം കാണും. ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് തളർന്നിരിപ്പുള്ള ശേഷിക്കുന്ന രക്ഷിതാക്കളുടെ അടുത്തേക്ക് സുമയെ കൊണ്ടുവരികയാണ്. പിറകെ അവരുടെ കുടുംബവും പോകുന്നു. തുടർന്ന് കിമ്മിൻ്റെ മാതാപിതാക്കളുടെ മുന്നിലേക്ക് തുണി കൊണ്ട് മൂടിയൊരു ശരീരം കൊണ്ടുവരുന്നു. ഇരുവരും ചലനമറ്റ് നിൽക്കുമ്പോൾ നേഴ്സ്, ഹേമയുടെ കുടുംബമാണോ? ഇരുവരും അല്ലെന്ന് പറഞ്ഞതിന് പിറകെ പൊട്ടിക്കരയുകയാണ്. ഒരു നിമിഷം അത് കിം ആണെന്ന് കരുതിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞ് പോലീസ് സെക്യൂരിറ്റി മൊത്ത് വന്ന് കിമ്മിൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞവർക്ക് നൽകി പോകുന്നതിന് പിറകെ ലിജിയുടെ കോളത്തിലേക്ക് വരികയാണ്. പാവം പുറത്തുനിന്ന് വിങ്ങിക്കൊണ്ട് കണ്ണുനീർ ധാരധാരെ ഒഴുകിയെന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട് കിമ്മിൻ്റെ അമ്മ ലിജിക്കൊരു മെസ്സേജ് അയക്കുന്നു. കിം മരിച്ചു, അവൻ നീ കാരണം മരിച്ചു. ഇതും വായിച്ച് പാവം മഴയിൽ നടന്ന് അവിടെ നിന്നും അകലുമ്പോൾ കിമ്മിൻ്റെ ജീവൻ്റെ ശേഷിപ്പോടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പിറകെ കരഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയും. മണിക്കൂറുകൾ അങ്ങനെ കടന്നു പോയിരിക്കുന്നു. കിം ജീവിക്കില്ലേ, അവൻ മരിക്കരുത് എന്നൊക്കെ വിഷമിക്കുന്ന അമ്മയെ അയാളുടെ അച്ഛൻ ആശ്വാസവാക്കുകളാൽ ശാന്തിയാക്കാൻ ശ്രമിച്ച ശേഷം പറയുകയാണ്, നീ അവൾക്കങ്ങനെ അയക്കരുതായിരുന്നുവെന്നും ആ മെസ്സേജ് അയച്ചത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും. അവളിപ്പോൾ നല്ല സങ്കടത്തിലായിരിക്കും, നീ ഒന്ന് വിളിക്ക്. അവളെ പൊട്ടിയാണ്, വിളിച്ചാലും അവൾ കേൾക്കില്ല, അതുകൊണ്ടാണ് എനിക്ക് അവളെ ഇഷ്ടമല്ലാത്തത് എന്നാ ദുഷിച്ച സ്ത്രീയും. ഉടൻ അയാൾ താനൊരു മെസ്സേജ് അയക്കട്ടെ എന്ന് ഫോൺ പിടിച്ചു വാങ്ങി നോക്കുന്നതും ലിജിയുടെ മെസ്സേജ്. ലിജി തൻ്റെ മരവിച്ച കണ്ണുകൾ കൊണ്ട് ഇരുവരുമൊത്തുള്ള ഫോട്ടോ ഫ്രെയിം നോക്കിയിരിക്കുന്നു. ആ മെസ്സേജ്, ഞാൻ അവനുള്ളിടത്തേക്ക് പോവുകയാണ്. ഇത് കണ്ട് വെപ്രാളപ്പെട്ട് വേഗത്തിൽ അവളുടെ ഫോണിലേക്ക് അയക്കുവാണ്. കിം ജീവനോടെയുണ്ട്, അവൻ മരിച്ചിട്ടില്ല. ആ ഫോൺ നോക്കി അത് എടുക്കാൻ ശ്രമിക്കുന്ന ലിജി ആ തൂക്കുകയറിൽ കഴുത്ത് ഞെരുങ്ങിക്കൊണ്ട്, കിം മരിച്ചിട്ടില്ല. അത് കണ്ട് ലിജി തൻ്റെ കൈവച്ച വരിഞ്ഞു മുറുകുന്ന കയറ് പിടിച്ച് അയക്കാൻ നോക്കുവാണ്. കയ്യിലെ നഖമെല്ലാം പറഞ്ഞ് രക്തത്തോടെ നിലത്തേക്ക് വീഴുന്നു. എൻ്റെ ദൈവമേ. ആ ഇടവഴി, അതിലൂടെ നടന്നു പോവുകയാണ് ജീവനും കുഞ്ചുവും കിമ്മുമെല്ലാം. യോങ്ജിയുടെ വാക്കുകൾ. മരണത്തിൻ്റെ വക്കുവരെത്തിയ അനുഭവമുള്ള പല ആൾക്കാരും ഏകദേശം ഒരേപോലുള്ള വെളിപാടാണ് പങ്കുവച്ചിട്ടുള്ളത്. അവർ അനുഭവിച്ചതായി പറയുന്നത് ഒരു പ്രകാശമേറിയ വെളിച്ചത്തെക്കുറിച്ച്. ഉണരും മുമ്പ് അവർ ഒരു ഇരുണ്ട ടണൽ കണ്ടു. അവർ പ്രസ്താവിക്കുന്നത് ആ ബോധമില്ലാതിരുന്ന സമയം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടിയെന്നാണ്. സുമയുടെ നിഴലിൽ കെട്ടിപ്പിടിക്കുന്നതായി കണ്ട ഒപ്പമുണ്ടായിരുന്ന ഹേമ, കുഞ്ചുവിൻ്റെ സ്നേഹപ്പുണരലിൽ അലിയുന്ന അമ്മ, എന്നാൽ കിമ്മിനു വേണ്ടി കാത്തിരിപ്പുള്ള ലിജി. നിനക്കെന്നെ ശരിക്കും അറിയില്ലേ? എന്തുകൊണ്ടാണ് കിമ്മിൻ്റെ ഫോണെന്ന് ലിജിക്ക് കൊടുക്കാനെടുത്തപ്പോൾ പൊട്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് യോങ്ജിക്കടുക്കിലേക്ക് വന്ന ഡ്രൈവർ എല്ലാവരും ഉണരുമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞത്? ആ അപകടം. ബാത്റൂമിലിരുന്ന യോങ്ജിക്കടുക്കിലേക്ക് അവളെ എങ്ങനെയും രക്ഷിക്കണമെന്ന് ഹേമ പറഞ്ഞലറി. കാരണം ആ സീരിയസ് ആയി കിടന്ന ഡോക്ടർ ചെക്ക് ചെയ്ത സ്ത്രീ അത് ഹേമയുടെ പ്രേയസി സുമയായിരുന്നു. പാവം ലിജിയുടെ കൈവിരലുകളിലെ നഖങ്ങൾ തിരിഞ്ഞ അവസ്ഥയിലായതിന് കാരണമെന്ത്? അത് പറയാൻ പോലും സാധിക്കുന്നില്ല. ജീവൻ്റെ കാലൊടിഞ്ഞത് മൂലം അവൻ ആ ഇടവഴിയിലൂടെ വലിഞ്ഞു വലിഞ്ഞ് നടക്കുന്നു. കുറ്റബോധം പേറി വെള്ളത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ട ഡ്രൈവർ യോങ്ജിക്കുണ്ട് ലിഫ്റ്റിൽ മുങ്ങിയ അനുഭവത്തിൻ്റെ കാരണം. തൻ്റെ ജീവന തുല്യം സുമയെ സ്നേഹിച്ച ഹേമയ്ക്കെന്നാൽ ജീവിതത്തിൽ ആരും തന്നെയില്ല എന്നുള്ള നോവ്. അവരുടെ ബോഡി ഏറ്റുവാങ്ങാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ കണ്ട എല്ലാവരിലും ഒരു ട്രാജഡി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ലിജി, ആ സ്ത്രീ ഒരു വിങ്ങലാണ്. അവരിനി എന്ത് ചെയ്താലും അതൊരു കുറ്റമായി തോന്നില്ല. ഇപ്പം മനസ്സിലായില്ലേ ആ സ്യൂട്ട് കേസിനുള്ളിൽ അവർ കത്രികയും മറ്റ് കൂർത്ത മുനകളുമൊക്കെ നടക്കുന്നത് എന്താണെന്ന്? കാരണം അവർ ഒരു തയ്യൽക്കാരിയായിരുന്നു. പക്ഷേ അതുമായി നടക്കുന്നതെന്തിനു വേണ്ടി? കാത്തിരുന്ന് കാണാം.